യെശയ്യാവ് 64:4 യഹോവയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്കു വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ക്രിസ്തു യേശുവിൽ വാത്സല്യ സഹോദരങ്ങളെയും, സങ്കീർത്തനം 25:3 യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്നും, വിലാപങ്ങൾ 3:25-26 വാക്യങ്ങളിൽ തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ, യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് എന്നും പറഞ്ഞിരിക്കുന്നതിനാൽ നാം ലജ്ജിച്ചു പോകുവാൻ സമ്മതിക്കാതെ നമ്മളുടെ പ്രാർത്ഥനയ്ക്കു മറുപടി നൽകിത്തരുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. മീഖാ 7:7 ഞാനോ യഹോവയിങ്കലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിച്ചും വിശ്വസിച്ചും ഇപ്രകാരം ധൈര്യത്തോടെ പറയുവാൻ നമുക്കും സാധിക്കണം. ഹബക്കുക്ക് 2:3 ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണെന്ന് വിശ്വസിച്ച് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ഇയ്യോബ് 13:15 അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കുമെന്ന് ഇയ്യോബ് പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിലും എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ വന്നാലും നമ്മളുടെ നടപ്പ് ദൈവത്തിന്റെ വഴികളിൽ നിന്നും മാറിപ്പോകാതെ ദൈവത്തിനായി തന്നെ നമുക്കും കാത്തിരിക്കാം. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ദൈവം നമ്മളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതിനാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് നമ്മളുടെ കണ്ണാലെ കണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകും. അതിനായി പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.